We are in the discussion of JEE Advanced 25 paper 2 and this is question number 5 and obviously this electrostatics question. There is a positive point charge of 10 raised to minus 8 coulomb kept at a distance of 20 centimeter from the center of a neutral conducting sphere of radius 10 centimeter. So there is a neutral conducting sphere. അതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 20 സെൻറ്റിമീറ്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ലെറ്റ് us call the charge as Q. The sphere is then grounded. അങ്ങനെ വെച്ചതിന് ശേഷം സ്ഫിയർ ഗ്രൗണ്ട് ചെയ്തു, എർത്ത് ചെയ്തു. And the charge on the sphere is measured. ആ സ്ഫിയറിൽ ചാർജ് മെഷർ ചെയ്യുന്നു. The grounding is then removed and subsequently the point charge is moved by a distance of 10 centimeter further away from the center of the sphere along the radial direction. അപ്പം ആദ്യം ഇങ്ങനെ വെച്ച് ഇതിനെ എർത്ത് ചെയ്തു, പിന്നെ എർത്ത് റിമൂവ് ചെയ്തു, എന്നിട്ട് ആ പോയിന്റ് ചാർജിനെ വീണ്ടും അവിടെ നിന്ന് റേഡിയൽ ഡിറക്ഷനിൽ ദൂരേക്ക് മാറ്റി, ഒരു 10 സെൻറ്റിമീറ്ററോട് മാറ്റി. അതായത് നേരത്തെ 20 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 30 ആക്കി. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 1 എന്താ? ബിഫോർ ഗ്രൗണ്ടിങ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സ്ഫിയർ ഈസ്. ബിഫോർ ഗ്രൗണ്ടിങ് പൊട്ടൻഷ്യൽ എത്രയാണ്? ബിഫോർ ഗ്രൗണ്ടിങ് ഈ ഒരു പോസിറ്റീവ് ചാർജ് അവിടെ വരുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ആവും. സോ ദ സ്ഫിയർ വിൽ ഹാവ് 2 ഈക്വൽ എമൗണ്ട് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ്. ഡ്യൂ ടു ദാറ്റ് ദ പൊട്ടൻഷ്യൽ അക്കോർഡ് വിൽ ബിക്കം 0. കാരണം ഈ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന സെയിം പൊട്ടൻഷ്യൽ പ്ലസ് ക്യൂ അവിടെ സെൻട്രൽ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് മസ്റ്റ് ബി 0. കാരണം അതിൻ്റെ ടോട്ടൽ ചാർജ് കൊണ്ട് സർഫസ് 0 ആണ്. പിന്നെ ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ആരാണ്? ഔട്ട് സൈഡിലെ ചാർജാണ്. സോ നമുക്കിങ്ങനെ എഴുതാം. ആദ്യത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ എയുടെ ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഔട്ട് സൈഡിലെ ചാർജ് മാത്രമാണ്. വി അറ്റ് ദ സെൻറ്റർ സി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ബൈ ദ ഡിസ്റ്റൻസ് ആർ. 9 times 10 raised to 9 into ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? 10 raised to minus 8 divided by distance from charge to the center എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. 10 raised to minus 2. സോ minus 2 minus 8 minus 6 ആകും. ഇവിടെ ഒരു 0 ഉണ്ട്, ഇതതിന് 8 ആകും. minus 6 minus 8 2 ആകും. സോ what you get is 900 divided by 2 കിട്ടും. ദാറ്റ് ഈസ് 450 വോൾട്ട്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്ന പൊട്ടൻഷ്യൽ കറക്റ്റാണ്. ഓക്കെ, ബിക്കോസ് ആ പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ മാത്രമേ അവിടെ ഉള്ളൂ. അടുത്തെന്താണ്? സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ചാർജ് ഫ്ലോയിങ് ഫ്രം ദ സർഫസ് ടു ദ ഗ്രൗണ്ട് ബിക്കോസ് ഓഫ് ഗ്രൗണ്ടിങ്. അതായത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് ഗ്രൗണ്ട് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. ഇനി നമ്മളിതിനെ ഗ്രൗണ്ട് ചെയ്യുന്നു. ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ പോസിറ്റീവ് ചാർജ് ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ആവും. അപ്പോൾ ആ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ഈ പോസിറ്റീവ് ചാർജിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കില്ലേ മൈനസ് ക്യൂ ചാർജിനും. സോ വൺസ് യു ഗ്രൗണ്ട് ഇറ്റ്, എന്തായിരിക്കും സംഭവിക്കുക? ഗ്രൗണ്ട് ചെയ്യുമ്പോൾ സ്ഫിയർ പോയിന്റ് ചാർജ് ക്യൂ, ഇവിടെ മൈനസ് ക്യൂ ഉണ്ട്, ഇപ്പുറത്ത് പ്ലസ് ക്യൂ ഉണ്ട്. യു ആർ ഗ്രൗണ്ടിങ് ദിസ്. വെൻ യു ഗ്രൗണ്ട് ദിസ് the positive charge disappears. ഈ പോസിറ്റീവ് ചാർജ് ഡിസപ്പിയർ ആവും. അപ്പോൾ ഇനി ആകെ നമ്മുടെ സിസ്റ്റത്തിൽ 2 ചാർജാണ്. നമ്മുടെ എക്സ്ട്രാ ഈ പുറത്തുള്ള എക്സ്റ്റേണൽ പോയിന്റ് ചാർജും ഉണ്ട്, പിന്നെ സർഫസിൽ ഇൻഡ്യൂസ്ഡ് ആയ മൈനസ് ക്യൂ ഉണ്ട്. ബട്ട് സി, ഒരു സ്ഫിയർ ഗ്രൗണ്ട് ചെയ്താൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. സോ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സ്ഫിയർ 0 ഈസ് ഡ്യൂ ടു ദ പോയിന്റ് ചാർജ്. അതായത് കെ ഇൻറ്റു ക്യൂ ബൈ ആർ പ്ലസ് കെ ഇൻറ്റു മൈനസ് ക്യൂ ഡിവൈഡ് ബൈ റേഡിയസ്. ഈ 2 പൊട്ടൻഷ്യൽ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടണം. സോ നമുക്ക് ആ മൈനസ് ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ലൈക്ക് ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദിസ് കെ ലൈക്ക് നോക്കൂ, കെ ഇൻറ്റു ക്യൂ ബൈ ആർ മസ്റ്റ് ബി ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ. സോ ദ കെ തിങ് ക്യാൻസൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മൈനസ് ക്യൂ ആണ്. ലെറ്റ് us call it as q dash. Okay, let us call it as q dash. So you can say q dash equal to q into r by r.
വിച്ച് ഈസ് ക്യൂ എത്രയാണ് 10⁻⁸ ഇൻറ്റു റേഡിയസ് എത്രയാണ് 10 സെൻറ്റിമീറ്റർ ആണ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ് 20 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ ഇവിടെ എഴുതിയപ്പോൾ ഇത് മൈനസ് ക്യൂ ഡാഷ് ആണെന്ന് വിചാരിച്ചോളൂ. ആ ഇൻഡ്യൂസ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്യൂ ഡാഷ് ആണ്. സോ വാട്ട് ഈസ് ക്യൂ ഡാഷ് ഈക്വൽ ടു ക്യൂ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 0.5 ഇൻറ്റു 10⁻⁸ കൂളംബാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഫൈൻ. സോ വാട്ട് ഈസ് റിമൈനിങ് ഓൺ ദ സ്ഫിയർ ഈസ് -0.5 ഇൻറ്റു 10⁻⁸. അതിനെ നിങ്ങൾക്ക് ലൈക്ക് ചോദ്യത്തിൽ തന്ന പോലെയാണെങ്കിൽ 5 ഇൻറ്റു 10⁻⁹ കൂളംബാക്കാം ക്യൂ ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് ഇത്രയും നെഗറ്റീവ് ചാർജുകളുടെ റിമൈനിങ് ആണ്, ഇത്രയും പോസിറ്റീവ് ചാർജ് ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ട്. ദ ചാർജ് ഫ്ലോയിങ് ഫ്രം ദ സ്ഫിയർ ടു ദ ഗ്രൗണ്ട് ബിക്കോസ് ഓഫ് ഗ്രൗണ്ടിങ് ഈസ് കറക്റ്റ്. പോസിറ്റീവ് ചാർജ് ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്തു. ആഫ്റ്റർ ഗ്രൗണ്ടിങ് ദ ചാർജ് ഓൺ ദ സ്ഫിയർ എത്രയായിരിക്കണം? അത് -5 ഇതായിരിക്കണം. സോ അതിന് മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിച്ചത്. ദിസ് മച്ച് ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്തു, അത്രയും നെഗറ്റീവ് ചാർജ് അവിടെ സ്ഫിയറിൽ ബാക്കിയുണ്ടായി. ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അപ്പം ആ 3 ഓപ്ഷനും കറക്റ്റാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷനാണ് വേണ്ടത്. ഫൈനൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സ്ഫിയർ ഈസ് 300 വോൾട്ട്. അതെപ്പോഴാണ്? നൗ യു ആർ മൂവിങ് ഇറ്റ്. നമ്മൾ ഇനി ആ പോയിന്റ് ചാർജിനെ അവിടെ നിന്ന് ദൂരേക്ക് മാറ്റുമ്പം വാട്ട് ഈസ് ദ ന്യൂ പൊട്ടൻഷ്യൽ. അപ്പം അത് നമുക്ക് ചെയ്യാം. നോക്കൂ. നൗ സ്ഫിയർ ഈസ് ഹിയർ ആൻഡ് ദാറ്റ് ഈസ് ക്യാരിങ് എ ചാർജ് ഓഫ് -0.5 ഇൻറ്റു 10⁻⁸ കൂളംബ് അതിൽ സർഫസിലുണ്ട്. ഔട്ട്സൈഡിലെ ചാർജ് എത്രയാണ്? അത് 10⁻⁸ കൂളംബാണ്. ബട്ട് ദ ഡിസ്റ്റൻസ് ഈസ് നൗ ചേഞ്ച്. എത്രയാണ് ഡിസ്റ്റൻസ്? നേരത്തെ 20 ആയിരുന്നു, 10 സെൻറ്റിമീറ്റർ കൂടെ വന്നു. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. നൗ ദ ഗ്രൗണ്ടിങ് ഈസ് റിമൂവ്ഡ്. ആ ഗ്രൗണ്ടിങ് റിമൂവ് ചെയ്തു, അതുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ ഇപ്പോൾ 0 അല്ല. വാട്ട് ഈസ് ന്യൂ പൊട്ടൻഷ്യൽ? ന്യൂ പൊട്ടൻഷ്യൽ ഈസ് ഡ്യൂ ടു ദ 2 ചാർജസ്. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്സൈഡിലെ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എടുക്കാം. 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു ചാർജിൻ്റെ വാല്യൂ 10⁻⁸ ബൈ ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ ആണ്. 30 ഇൻറ്റു 10⁻⁻² ആണ്. പ്ലസ് ഇതിൻ്റെ കൂടെ 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു ആ നെഗറ്റീവ് ചാർജ് ഇല്ലേ, ആ നെഗറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ വേണം. അതിൽ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റട്ടെ, എഴുതാൻ സ്ഥലമില്ല. ഇൻറ്റു 10⁻⁻, അതായത് -0.5 ഇൻറ്റു 10⁻⁻8 divided by radius is 10 into 10⁻². കോമൺ ടേംസ് നമുക്ക് പുറത്തെടുക്കാം. 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 10⁻⁻8. ഡിനോമിനേറ്ററിൽ ആ സെൻറ്റിമീറ്റർ കൺവേർഷൻ ഉപയോഗിക്കുന്ന 10⁻² ഇസ് ദെയർ. അത് 10⁻². ബ്രാക്കറ്റ് ഇട്ടാൽ നമുക്ക് കിട്ടുന്നത് 1/30 മൈനസ് 0.5 ഡിവൈഡ് ബൈ 10. ഹിയർ ഇത് നോക്കൂ, -2 -8 -6 ആകും. -6 9 3 ആകും. സോ ദാറ്റ് ടേം വിൽ ബിക്കം 9 ഇൻറ്റു 10⁻³ കിട്ടും. ബ്രാക്കറ്റിൽ ഇത് 1/30 മൈനസ് 1/20 അല്ലേ, ദാറ്റ് 0.5 1/20 ആക്കാം. സോ ഐ വിൽ പ്ലേസ് ഇറ്റ് ഹിയർ. Fine. This is 9 into 10⁻³ into 20 minus 30 minus 10 divided by 600 ആണ്. This will cancel. This is minus 9000 divided by 60. 900 by 6 minus 900 by 6 എത്രയാണ്? -150 വോൾട്ട് ആണ്. സോ ഈ ചോദ്യത്തിൽ പറയുന്ന പോലെ അത് 300 വോൾട്ട് അല്ല, അത് ആക്ച്വലി എത്രയാണ്? -150 വോൾട്ട് ആണ്. സോ ഓപ്ഷൻ 4 ഈസ് റോങ്. അപ്പോൾ നമുക്ക് കിട്ടിയ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ കറക്റ്റാണ്, ബി കറക്റ്റാണ്, സി കറക്റ്റാണ്. മോർ ദാൻ 1 ഓപ്ഷൻ കറക്റ്റ് ടൈപ്പാണ്. സോ ദർ ആർ 3 ഓപ്ഷൻസ് റൈറ്റ്, എ, ബി ആൻഡ് സി. ദിസ് is again a straightforward question from electrostatic potential. Thank you.